യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് JK നായർ. കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിന്റെ കീഴിൽ വരുന്ന എക്സാമുകളുടെ പ്രീവിയസ് ക്വസ്റ്റ്യനുകളാണ് ഞാൻ ഈ ചാനൽ വഴി നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പം എക്സാം വരുന്ന സാഹചര്യത്തിൽ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യനുകൾ പ്രിപ്പയർ ചെയ്തിട്ടേ കാര്യമുള്ളൂ. കാരണം വെച്ചാൽ കൂടുതലായിട്ടും ഈ പ്രീവിയസ് ക്വസ്റ്റ്യനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനായിരിക്കും വരാൻ കൂടുതൽ സാധ്യത. അതിനെ ബേസ് ചെയ്ത് ആണ് ഞാൻ ഈ ചാനൽ വഴി നിങ്ങളിലേക്ക് ക്വസ്റ്റ്യൻ എല്ലാം എത്തിച്ചു തരുന്നത്. അപ്പം വളരെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകളും അതായത് പല മുൻകാല പരീക്ഷകളിൽ വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനുകൾ തിരഞ്ഞെടുത്താണ് നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെതായ സീരിയസ്നെസ്സിൽ, അതായത് അതിൻ്റെതായ പ്രത്യേകത അതിന് കണ്ട് അത് എല്ലാവരും നല്ല രീതിയിൽ പഠിച്ച് നല്ല ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നിങ്ങളോട് ഞാൻ പ്രത്യേകമായിട്ട് പറയുകയാണ്. കാരണം വെച്ചാൽ നമ്മൾ എത്രയധികം ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യുന്നു അത്രയധികം നല്ലതാണ്. കാരണം വെച്ചാൽ നമ്മൾ എക്സാം ടൈമിൽ വരുന്ന ക്വസ്റ്റ്യനുകൾ എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യനുകൾ ബേസ് ചെയ്തിട്ടാണ് കൂടുതൽ വരാൻ സാധ്യതയെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ പ്രീവിയസ് ക്വസ്റ്റ്യനുകളെല്ലാം പഠിക്കുകയും കൂടുതലായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന സാഹചര്യത്തിൽ നമുക്ക് എക്സാമുകളൊക്കെ കൂടുതൽ എളുപ്പമാകാനാണ് സാധ്യത. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. എല്ലാവരും ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, മാക്സിമം എല്ലാവരിലേക്ക് ഷെയർ എത്തിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ദ കൺസ്യൂമർ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് സെന്റർ ഈസ് ലൊക്കേറ്റഡ് അറ്റ് ഡാഷ്. ദ കൺസ്യൂമർ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് സെന്റർ ഈസ് ലൊക്കേറ്റഡ് അറ്റ് അഹമ്മദാബാദ് ആണ്. അഹമ്മദാബാദ്. അപ്പോൾ നമ്മൾ ഈ ചാനൽ കാണുന്നതോടൊപ്പം തന്നെ നമ്മൾ ഈ ക്വസ്റ്റ്യനുകളും എഴുതിയെടുത്തുകൊണ്ട് പോകണം. കാരണം വെച്ചാൽ നമ്മൾ ആ സമയത്ത് തന്നെ അത് എഴുതിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അന്നേരം തന്നെ അത് പഠിച്ചു പോകണം. കാരണം വെച്ചാൽ നമ്മൾ ഒന്നല്ലെങ്കിൽ രണ്ട് തവണ അത് കണ്ട് മനസ്സിലാക്കി എഴുതിയെടുത്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, കാരണം വെച്ചാൽ ഞാൻ അതിൻ്റെ ഓപ്ഷനുകളൊന്നും തന്നെ നിങ്ങളെ ഞാൻ ഒരിക്കലും ബുദ്ധിമുട്ടിക്കുന്നില്ല. അപ്പം നമ്മൾ ആ ക്വസ്റ്റ്യൻ എന്താണോ വരുന്നത് ക്വസ്റ്റ്യനോടൊപ്പം തന്നെ അതിൻ്റെ ആൻസറും ചേർത്താണ് പറയുന്നത്. അപ്പം നമ്മൾ ആ ക്വസ്റ്റ്യൻ എഴുതുക, അതിനോടൊപ്പം തന്നെ ആ നേരെ തന്നെ ആൻസറും കൂടി എഴുതി ബുക്കിൽ എഴുതി പോവുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ സാധിക്കും. അപ്പം ഞാൻ ക്വസ്റ്റ്യൻ പറയുകയാണ്, അതിനോടൊപ്പം തന്നെ ആൻസറും പറഞ്ഞു പോവുകയാണ്. നിങ്ങൾ ആ ടൈമിൽ തന്നെ എഴുതിയെടുക്കുകയും കൂടി ചെയ്യണം. ദ കൺസ്യൂമർ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് സെന്റർ ഈസ് ലൊക്കേറ്റഡ് അറ്റ് അഹമ്മദാബാദ് ആണ്. ദ കൺസ്യൂമർ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് സെന്റർ ഈസ് ലൊക്കേറ്റഡ് അറ്റ് അഹമ്മദാബാദ്. എഴുതിയെടുത്തല്ലോ അല്ലേ? ദ കൺസ്യൂമർ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് സെന്റർ ഈസ് ലൊക്കേറ്റഡ് അറ്റ് അഹമ്മദാബാദ്. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം അത് അനുസരിച്ച് നിങ്ങൾ എഴുതിയിരുന്നത്. ഒന്നുകൂടി പറയാണ്, ദ കൺസ്യൂമർ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് സെന്റർ ഈസ് ലൊക്കേറ്റഡ് അറ്റ് അഹമ്മദാബാദ്. അടുത്ത ക്വസ്റ്റ്യൻ, who appoint the state chief information commissioner under the right to information act 2005? Who appoint the state chief information commissioner under the right to information act 2005? ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോണം. Who appoints the state chief information commissioner under the right to information act 2005? ഗവർണർ ആണ് ആൻസർ. ഗവർണർ ആൻസർ ചേർത്തിയാണ്. ഒന്ന് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയുകയാണ്, നിങ്ങൾ എഴുതിയെടുക്കുക. ദ ഹൂ അപ്പോയിന്റ്സ് ദ സ്റ്റേറ്റ് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ അണ്ടർ ദ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005? ഗവർണർ. ഗവർണർ ആണ് ആൻസർ. ഗവർണർ. അടുത്ത ക്വസ്റ്റ്യന്, വിച്ച് ബാങ്ക് ഈസ് നോൺ ആസ് ദ ബാങ്കേഴ്സ് ബാങ്ക്? എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോൾ തന്നെ പല ആൾക്കാരും ചാടി ഉത്തരം പറയുന്നുണ്ടാവും. ഒന്നുകൂടെ ക്വസ്റ്റ്യൻ അറിയാൻ മേലാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. വിച്ച് ബാങ്ക് ഈസ് നോൺ ആസ് ദ ബാങ്കേഴ്സ് ബാങ്ക്? ഏതാ ആൻസർ? RBI. RBI ആണ് ആൻസർ. RBI ഈസ് നോൺ ആസ് ദ ബാങ്കേഴ്സ് ബാങ്ക്. RBI ഈസ് നോൺ ആസ് ദ ബാങ്കേഴ്സ് ബാങ്ക്. അപ്പൊ നമ്മൾ എഴുതിയെടുക്കുമ്പോൾ ഇങ്ങനെ എഴുതിയെടുക്കുക, വിച്ച് ബാങ്ക് ഈസ് നോൺ ആസ് ദ ബാങ്കേഴ്സ് ബാങ്ക്? വിച്ച് ബാങ്ക് ഈസ് നോൺ ആസ് ദ ബാങ്കേഴ്സ് ബാങ്ക്, എന്നിട്ട് ഹൈഫൻ ഇടുക, RBI. അപ്പോൾ നമ്മൾ ആ എഴുതുന്ന സമയത്ത് തന്നെ നമ്മൾ പഠിച്ചു പോകുന്നുണ്ട്. ഒരു 2 പ്രാവശ്യം കേൾക്കുകയും ഒരു പ്രാവശ്യം എഴുതിയെടുക്കുകയും കൂടി ചെയ്യുമ്പോൾ നമ്മൾ ഉറപ്പായിട്ട് ആ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും നമുക്ക് തെറ്റിപ്പോകില്ല. അപ്പം അങ്ങനെ എഴുതിയെടുക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ആൻ എഫിഷ്യന്റ് ക്യാപിറ്റൽ മാർക്കറ്റ് ഈസ് വൺ വെയർ ഡാഷ്. ആൻ എഫിഷ്യന്റ് ക്യാപിറ്റൽ മാർക്കറ്റ് ഈസ് വൺ വെയർ. എഫിഷ്യന്റ് സ്പെല്ലിംഗ് EFFICIENT ആണ്. എഫിഷ്യന്റ് EFFICIENT. ആൻ എഫിഷ്യന്റ് ക്യാപിറ്റൽ മാർക്കറ്റ് ഈസ് വൺ വെയർ ഡാഷ്. ആൻസർ പറയാണ്, സെക്യൂരിറ്റി പ്രൈസസ് ഓൾവേസ് റാഷണലി റിഫ്ലക്ട് ഓർ റിലവന്റ് ഇൻഫർമേഷൻ. സെക്യൂരിറ്റി പ്രൈസസ് ഓൾവേസ് റാഷണലി റിഫ്ലക്ട് ഓൾ റിലവന്റ് ഇൻഫർമേഷൻ. ക്വസ്റ്റ്യൻ ചേർത്ത് ഞാൻ ഒന്നുകൂടെ ആൻസർ വായിക്കാം.
An efficient capital market is one where security prices always rationally reflect all relevant information. Security prices always rationally reflect all relevant information. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യന് IFSC ഈസ് ആണ് ഡാഷ് ഡിജിറ്റ് കോഡ്. എത്ര ഡിജിറ്റ് ഉള്ള കോഡാണെന്നാണ് ചോദിച്ചേക്കുന്നത്. IFSC ഈസ് ആണ് ഡാഷ് ഡിജിറ്റ് കോഡ്. 11 ഡിജിറ്റ് കോഡാണ്. 11 ഡിജിറ്റ് കോഡാണ്. ഈ 11 ഡിജിറ്റ് ഉണ്ട്. IFSC ഈസ് ആണ് 11 ഡിജിറ്റ് കോഡ്. എഴുതിയെടുത്തല്ലോ. IFSC ഈസ് ആണ് 11 ഡിജിറ്റ് കോഡ്. അടുത്ത ക്വസ്റ്റ്യൻ EFT സ്റ്റാൻഡ്സ് ഫോർ ഡാഷ്. EFT എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അതിന്റെ ഫുൾ ഫോം ആണ് ചോദിച്ചിരിക്കുന്നത്. ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ ആണ്. EFT സ്റ്റാൻഡ്സ് ഫോർ ഡാഷ്. ഇലക്ട്രോണിക് ഫണ്ട്സ് ട്രാൻസ്ഫർ ആണ് ആൻസർ. ഇലക്ട്രോണിക് ഫണ്ട്സ് ട്രാൻസ്ഫർ. അടുത്ത ക്വസ്റ്റ്യൻ ഡാഷ് ആക്ട് ആസ് എ കൺസോർട്ടിയം ലീഡർ ഓഫ് ദ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ദ ഡിസ്ട്രിക്ട്. Dash act as a consortium leader of the banking institutions the district. Answer lead bank ആണ്. Lead bank act as a consortium leader of the banking institutions the district. അപ്പം എഴുതിയെടുക്കുക. ആദ്യം ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ ഡാഷ് ആക്ട് ആസ് എ കൺസോർട്ടിയം ലീഡർ ഓഫ് ദ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദ ഡിസ്ട്രിക്ട് എന്നാണ് ക്വസ്റ്റ്യൻ എഴുതുക. എന്നിട്ട് ആ ഹൈഫൻ ഇട്ടെടുക്കുന്നത് ലീഡ് ബാങ്ക് ആക്ട് ആസ് എ കൺസോർട്ടിയം ലീഡർ ഓഫ് ദ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദ ഡിസ്ട്രിക്ട്. അടുത്ത ക്വസ്റ്റ്യൻ ചെക്ക് ഇൻ സർക്കുലേഷൻ ഫോർ മോർ ദാൻ 6 months ഫ്രം ദ ഡേറ്റ് ഓഫ് ദ ചെക്ക് ഈസ് എ ഡാഷ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പല എക്സാമുകളിൽ നമ്മൾ ആവർത്തിച്ച് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പം പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യുക. ആ സൈഡിൽ തന്നെ ബുക്കിന്റെ സൈഡിൽ തന്നെ ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ തന്നെ അതിന്റെ ഇപ്പുറത്ത് തന്നെ ഇമ്പോർട്ടൻ്റ് എന്ന് IMP എന്ന് ഇട്ട് കഴിഞ്ഞാൽ പ്രത്യേകം നമ്മൾ നോട്ട് ചെയ്യും. ഇമ്പോർട്ടൻ്റ് എന്ന് പ്രത്യേകം നോട്ട് ചെയ്യണം. ചെക്ക് ഇൻ സർക്കുലേഷൻ ഫോർ മോർ ദാൻ 6 months ഫ്രം ദ ഡേറ്റ് ഓഫ് ദ ചെക്ക് ഈസ് എ സ്റ്റെയിൽ ചെക്ക് ആണ്. സ്റ്റെയിൽ ചെക്ക് STALECHEQUE സ്റ്റെയിൽ ചെക്ക്. ദ ചെക്ക് ഈസ് സർക്കുലേഷൻ ഫോർ മോർ ദാൻ 6 months ഫ്രം ദ ഡേറ്റ് ഓഫ് ദ ചെക്ക് ഈസ് സ്റ്റെയിൽ ചെക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ഡാഷ് മീൻസ് സൈനിങ് on the back of a negotiable instrument with a view to transfer the title of the instrument to another person. ക്വസ്റ്റ്യൻ ഇച്ചിരി നീളമുള്ളതാണ്, അതുകൊണ്ട് ഒന്നുകൂടെ പറയാം. ഡാഷ് മീൻസ് സൈനിങ് ഓൺ ദ ബാക്ക് ഓഫ് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് വിത്ത് എ വ്യൂ ടു ട്രാൻസ്ഫർ ദ ടൈറ്റിൽ ഓഫ് ദ ഇൻസ്ട്രുമെന്റ് ടു അനദർ പേഴ്സൺ. ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോ? ഒന്നുകൂടെ പറയാം. ദ ഡാഷ് മീൻസ് സൈനിങ് ഓൺ ദ back of a negotiable instrument with a view to transfer the title of the instrument to another person. എൻഡോഴ്സ്മെന്റ് ആൻസർ. എൻഡോഴ്സ്മെന്റ് സ്പെല്ലിംഗ് എല്ലാവർക്കും അറിയോ? എൻഡോഴ്സ്മെന്റ് പറയാം. ENDORSCMENT ആണ് എൻഡോഴ്സ്മെന്റ്. ആൻസർ ചേർത്ത് ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. എൻഡോഴ്സ്മെന്റ് മീൻസ് സൈനിങ് ഓൺ ദ back of a negotiable instrument with a view to transfer the title of the instrument to another person. അടുത്ത ക്വസ്റ്റ്യൻ RTGS has been implemented in India in dash. അതിന്റെ വർഷമാണ് RTGS ഇംപ്ലിമെന്റ് ചെയ്ത വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യയിൽ ഇംപ്ലിമെന്റ് ചെയ്ത വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. RTGS has been implemented in India in dash 26th March 2004 ആണ്. 26th March 2004 ആണ്. അതിന്റെ ഇപ്പുറത്തും ആ ക്വസ്റ്റിന്റെ ഇപ്പുറത്തും ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. RTGS has been implemented in India in 26th March 2004 ആണ്. 26th March 2004. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കാനുള്ളത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനുകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഞാൻ പ്രധാനമായിട്ട് പറഞ്ഞ കൂടുതലായിട്ട് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ഇപ്പുറത്ത് തന്നെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് നോട്ട് ചെയ്യുക. ഈ പറഞ്ഞ സമയത്ത് തന്നെ എഴുതി പോവുകയും ഒന്നുകൂടെ പല പ്രാവശ്യം ഇത് കേൾക്കുകയും കൂടി ചെയ്യുമ്പോൾ 1-2 പ്രാവശ്യം ഇത് ആവർത്തി കേൾക്കുകയും കൂടി ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പഠിക്കും. അപ്പം ഇത്രയും നേരം എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്ത ക്ലാസ്സിൽ കാണാം.